ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഓഡീഷൻ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത പല പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. ഇപ്പം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നും കുറച്ചൊന്ന് മാറി വേറൊരു ലെവലിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് ഈ ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പറയാം. ഓഡീഷന് വിളിച്ചിട്ടുള്ള ഫസ്റ്റ് ഘട്ടം ഓഡീഷൻ സൂം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള 10 പേരുടെ പേരുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ കുറച്ച് ദിവസം മുന്നേ, ഒരു 7 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഓഡീഷന് വിളിച്ച 17 പേരെന്ന് പറഞ്ഞിട്ട്. അത് ഓഡീഷന് വിളിച്ചിട്ടുള്ള 17 പേരാണ്. ഞാൻ പറഞ്ഞു എനിക്കതിൽ ഒരു ഗ്യാരണ്ടി ഇല്ല, ആരൊക്കെ സെലക്ട് ആവും, ആരൊക്കെ റിജക്റ്റ് ആവും, ആരൊക്കെ മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഓഡീഷൻ പ്രൊസീജിയേഴ്സ് അങ്ങനെയാണ്. പക്ഷേ ഓഡീഷന് അവരെ ഞാൻ ഇട്ടിട്ടുള്ള 17 പേരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. 300ഓളം പേരെ ഓഡീഷന് വിളിക്കും. ഫസ്റ്റ് ഘട്ടം ഓഡീഷന് 300ഓളം പേരെ വിളിച്ചിട്ട് അതിൽ നിന്നും ഒരു 60-70 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെയാണ് നേരിട്ട് വിളിച്ച് ഇന്റർവ്യൂ നടത്തുന്നത്. പിന്നെ അതിൽ നിന്ന് ഒരു 30 പേര് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു 20 പേരെ വീട്ടിൽ കയറ്റും. ബാക്കി കുറച്ച് പേരെ വൈൽഡ് കാർഡ് ഓപ്ഷൻസ് ആയിട്ട് വെച്ചിരിക്കും. അതിനകത്തുനിന്ന് വീണ്ടും സോർട്ടിങ് നടത്തിയിട്ടാണ് വൈൽഡ് കാർഡ്സിനൊക്കെ കയറ്റുന്നത്. അതാണ് പ്രൊസീജിയർ. അപ്പോൾ ഈ 300 പേരുടെയും പേരുകളൊന്നും നമുക്ക് കിട്ടണമെന്നൊന്നും ഇല്ല. അതിനകത്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. എന്തായാലും അതിൽ നിന്നും ഒരു 17 പേരുടെ പേരുകളാണ് ഞാൻ കഴിഞ്ഞ ലിസ്റ്റിൽ പറഞ്ഞത്. ഇനി ബാക്കി 10 പേരുടെ പേരാണ് പറയാൻ പോകുന്നത്. ആ ലിസ്റ്റിൽ പറഞ്ഞവരുടെ പേര് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 10 പുതിയ പേരുകളാണ്. ഇതിനകത്ത് സെലക്ട് ആവാം, റിജക്റ്റ് ആവാം. എന്തായാലും ബിഗ് ബോസ് ഓഡീഷൻ വിളിച്ചിട്ട് ഓഡീഷൻ 1ാം ഘട്ടം കഴിഞ്ഞവരുടെ 10 പേരുകളാണിത്. ഓക്കെ, ഞാൻ പടപട പറഞ്ഞു പോവാണ്. ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ നിൽക്കുന്നില്ല, കാരണം ഓഡീഷൻ ലിസ്റ്റ് ആണ്. നമ്മുടെ പ്രഡിക്ഷനോ അല്ലെങ്കിൽ ഫൈനൽ കൺഫേംഡോ ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാമായിരുന്നു. ഓഡീഷൻ ലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പടപട പറഞ്ഞു പോവാണ്. 1ാമത്തെ പേര് കഴിഞ്ഞ വർഷവും ബിഗ് ബോസ് ഓഡീഷന് വിളിച്ചിട്ടുള്ള, ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ആളാണ് ആക്ടർ ആയിട്ടുള്ള ബിനീഷ് ബാസ്റ്റിൻ. നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ള നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ബിനീഷ് ബാസ്റ്റിൻ. ഇതാണ് ബിനീഷ് ബാസ്റ്റിൻ, അറിയാമല്ലോ. പടപടാ ഞാൻ പോവാണ്. അടുത്ത 2ാമത്തെ പേര് നമ്മൾ ഏവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു പേര് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും അതിന് മുന്നേ ഒക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിലും കൺഫേം കുറേയൊക്കെ ഇങ്ങനെ കേട്ട് വന്നൊരു പേരാണ്. മറ്റാരുമല്ല, LGBTQIA+ കമ്മ്യൂണിറ്റിയിൽ നിന്നും ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള ജാസിയുടെയും ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നത്. അറിഞ്ഞത് അങ്ങനെയാണ്. അടുത്ത 3ാമത്തെ പേര് ഞാൻ പറയുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റിലോ അതല്ലെങ്കിൽ ഓഡീഷൻ ലിസ്റ്റിലോ ഒന്നും നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടുണ്ടാവില്ല. പുതിയൊരു പേരാണ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ ഒരു സീരിയലിൽ ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ട്രസും മോഡലും ആയിട്ടുള്ള ഇഷാനി. ഇതാണ് ആള്, ഇഷാനിയുടെയും ഇന്റർവ്യൂ കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നത്. ആദ്യ ഘട്ടമാണ് കേട്ടോ. ഇനി നമുക്ക് അറിയത്തില്ല ബാക്കി എന്താവും എന്നുള്ളത്. അടുത്ത് 4ാമത്തെ പേര് ഞാൻ പറയുന്നത്, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പേര്. അതിന് മുന്നത്തെ വർഷം ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത്തവണയും ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട്, ഇന്റർവ്യൂവും കഴിഞ്ഞിട്ടുണ്ട്. RJ ആയിട്ടുള്ള ഒരാളാണ്. പേര് ലാലു, RJ ലാലു. ഇതാണ് ആള്. NRI അപ്ഡേറ്റ്സ് ഒക്കെ ഒത്തിരി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ കൊടുക്കുന്ന ആളാണ് കേട്ടോ. മധുരഗീതം FM-ലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് ലാലു. അപ്പോൾ സോ ലാലുവിനെയും ഇത്തവണ ബിഗ് ബോസിന്റെ ഓഡീഷൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നത്. 5ാമത്തെ പേര് ഞാൻ എൻ്റെ ഒരു ട്രെയിലർ പ്രൊഡിക്ഷനിൽ എന്തോ സംതിങ് പറഞ്ഞിട്ടുണ്ട്. ആ പേര്, ആ പുള്ളിയുടെയും ഇന്റർവ്യൂ കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നത്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാളാണ്. പേര് ചിന്ത അബ്ദുൾ സമദ്. ഇതാണ് ആള്. ബിഗ് ബോസിന്റെ എന്താ പറയുക, ഗ്രൂപ്പുകളിലും ആർമികളിലൊക്കെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് സജീവമായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് ഈ പുള്ളി. ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയത്തില്ല. ഇനി അടുത്ത 7ാമത് ഞാൻ പറയാൻ പോകുന്നത് ഒരു മെൻ ആക്ടിവിസ്റ്റ് ആണ്. ഒരു ആന്റി LGBTQ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. പേര് അജു ജേക്കബ്. ഇതാണ് ആള്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ, അജു ജേക്കബ്. മെൻ ആക്ടിവിസ്റ്റും ആന്റി LGBTQ ആണ്. മീൻസ് നമ്മുടെ കഴിഞ്ഞ വർഷം അഭിഷേക് ശ്രീകുമാർ വന്ന ആ ഒരു കാറ്റഗറിയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അടുത്ത 7ാമത്തെ പേര് ഞാൻ പറയുന്നത്, അതും ഈ തവണ നിങ്ങൾ അജുവിൻ്റെ പേര് നിങ്ങൾ ഇത്തവണ ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഇഷാനിയുടെ പേരും ലാലുവിൻ്റെ പേരും നിങ്ങൾ ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പേരുകളാണല്ലോ അതൊക്കെ. ഇനി അടുത്ത് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് അറിയാമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല, അങ്ങനത്തെ ഒരു പേരാണ്. ആക്ട്രസും മോഡലും ആയിട്ടുള്ള ആരതി. ഇതാണ് ആരതി. ഇതാണ് കേട്ടോ ആരതി. ഈ ആരതി ഒരു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു അരുന്ധതി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അരുന്ധതി ഇപ്പോൾ സ്റ്റിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് കോമയിലാണ്. അരുന്ധതിയുടെ സിസ്റ്ററാണിത്. ആരതി എന്നാണ് പേര്. അപ്പം ഈ ആരതിയും വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നൊരു പേര് ഒരു സ്റ്റൈലിസ്റ്റും ഫാഷൻ കൊറിയോഗ്രാഫറും ആയിട്ടുള്ള ഒരാളാണ്. പേര് നിവിൻ എന്നാണ് കേട്ടോ പേര്, നിവിൻ. ഇതാണ് ആൾ കേട്ടോ.
കമ്മ്യൂണിറ്റി മെമ്പർ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്മ്യൂണിറ്റി മെമ്പർ ആണെന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെയാണ് കേട്ടോ. നിവിൻ ആണ്. ഈ നിവിനെ എനിക്ക് തോന്നുന്നത് നിവിനാണോ നെവിനാണോ എന്തോ എനിക്ക് പേര് കൺഫേംഡ് അറിയില്ല. ഇതാണ് ആള്. അടുത്ത ഈ ആളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജാൻമണിയുടെയും അഭിഷേകിന്റെയും വീഡിയോസിലൊക്കെ സ്ഥിരം കാണാറുള്ള ഒരു ആളാണ് ഈ ആള് കേട്ടോ. ഇപ്പൊ കമ്മ്യൂണിറ്റി മെമ്പർ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇറങ്ങി നോക്കിയത്. അയ്യോ എനിക്ക് അറിയില്ല കമ്മ്യൂണിറ്റി മെമ്പർ, ഞാൻ ഉറപ്പ് പറയുന്നില്ല. അടുത്ത 9ാമത്തെ പേര് ഞാൻ പറയുന്നത് ഈ നെവിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല. അടുത്ത 9ാമത്തെ പേര് ഞാൻ പറയുന്ന ഒരു സിംഗറാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ. സിംഗറും മ്യൂസീഷ്യനും ആയിട്ടുള്ള ഇഷാൻ ദേവ്. ഇതാണ് ആള്. ഈ ആളുടെയും ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത 10ാമത്തെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞൊരു പേര് തന്നെയാണ്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവസാന ഘട്ടം വരെ എത്തിയിട്ട് എന്തോ ബിഗ് ബോസ് ഔട്ടാക്കി കളഞ്ഞു എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനത്തെ ഒരാളാണ്. കഴിഞ്ഞ വർഷം അവസാന ലിസ്റ്റിൽ ഫൈനൽ കൺഫേംഡ് സ്ഥാനത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ പുള്ളി ഇത്തവണയും വരുമെന്ന്. പേര് പ്രവീൺ. മാർക്കറ്റിംഗ് മല്ലു അറിയാമല്ലോ, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മല്ലു ആയിട്ടുള്ള നമ്മുടെ പ്രവീണാണ് ആള്. ഇതാണ് പ്രവീണിന്റെ ഫോട്ടോ. കഴിഞ്ഞ വർഷം അവസാന ഘട്ടം വരെ വന്നതാണ്. അപ്പോൾ ഇത്തവണയെങ്കിലും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ 10 പേരുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബിനീഷ് ബാസ്റ്റിൻ, ജാസൽ ജാസി, ഇഷാനി, ലാലു, ചിന്ത, അജു ജേക്കബ്, ആരതി, നെവിൻ, ഇഷാൻ ദേവ്, പ്രവീൺ. ഇവരുടെ ഇത്രയും പേരുടെയും ഇന്റർവ്യൂ കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റിയത് ആദ്യ ഘട്ടം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കഴിഞ്ഞ ലിസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഡീറ്റെയിൽ ഫോട്ടോ ഒന്നും പോകുന്നില്ല. കഴിഞ്ഞ ലിസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. ശരത് യൂട്യൂബർ, ഡയറക്ടർ റിയാസ് മുഹമ്മദ്, ആകാശ് അഖിലേഷ് എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡിന്റെ ഫൗണ്ടർ, ഡിനോയ് പൗലോസ് ആക്ടർ, അനുമോള് ആക്ട്രസ്, റംന യൂട്യൂബർ, ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ആക്ടർ, വൈശാഖ് സൻസി ആക്ടർ, ആതിര കളറി ട്രെയിനർ, ബബിത ബബി യൂട്യൂബർ, രോഹൻ ലോണ ആങ്കർ, നാഷിദ് നൌഷാദ് ആക്ടർ, അരുൺ നായർ ഓണ്ടർപ്രണർ, രേണു സുധി ആക്ട്രസ്, ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ്, വാസ്തവിക അയ്യർ ആക്ട്രസ്, മുബീന ഫിറ്റ്നസ് ട്രെയിനർ. ഇത്രയും പേരുടെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. 17 പേര്. അപ്പോൾ അതിനകത്ത് 17 പേരും ഇതിനകത്ത് ഞാൻ 10 പേരും പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 27 പേരുടെ ഈ 27 പേരുടെയും ഓഡീഷൻസ് കഴിഞ്ഞതാണ്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയില്ല. ഇത്രയും പേരുടെ ഓഡീഷൻ കഴിഞ്ഞു. സെലക്ട് ആവാം, റിജക്റ്റ് ആവാം. ചിലപ്പോൾ 27 പേര് ഇപ്പം ഞാൻ 2 വീഡിയോസിലായിട്ട് പറഞ്ഞല്ലോ. ഇതിനകത്ത് ചിലപ്പോൾ ഒരു 2ഓ 3ഓ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റുന്നത് 2ഓ 3ഓ ഒക്കെ വരത്തുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും ഇതിനകത്തൊന്നും വരത്തില്ല. കാരണം 300ഓളം പേരെ ഓഡീഷൻ നടത്തുന്നതല്ലേ. അപ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എത്ര പേര് ഇതിൽ നിന്ന് സെലക്ട് ആവും എന്നൊക്കെ ഉള്ളത്. നമുക്ക് നോക്കാം. ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. കുറച്ച് പേരെങ്കിലും ഇതിനകത്തൊന്നും ഉണ്ടാവും, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഓഡീഷൻ്റെ ഒരു 10 പേരോ 15 പേരോ കിട്ടുമ്പോഴത്തേക്ക് വന്ന് പറയാം. ഓരോ ദിവസവും ഓരോ പേരുകളെല്ലാം അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അറിയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നായിട്ടിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് പോലെ ആക്കിയിട്ട് അതിനകത്ത് വന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് 27 പേരുടെ പേര് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു ലൈവ് ഞാൻ വെക്കുവാണ്. ഇന്ന് രാത്രി 9 മണിക്കാണ് ആ ലൈവ്. നിങ്ങളെല്ലാവരും വരണം. ലൈവിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ആൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയം ഡിസ്കസ് ചെയ്യാം. അപ്പം രാത്രിയിലത്തെ ലൈവിൽ എല്ലാവരും ഉണ്ടാവണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.